നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. തൃശൂർ പൂരം മനഃപൂർവ്വം അലങ്കോലമാക്കാൻ സർക്കാർ തലത്തിൽ ഗൂഢാലോചന നടന്നു എന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്ത്. സർക്കാർ പോലീസിന് നൽകിയ നിർദ്ദേശങ്ങളും പോലീസുകാരെ വിന്യസിച്ച രീതിയുമാണ് സംശയങ്ങൾ ബലപ്പെടുത്തുന്നത്. സംഭവം നടന്നതിനു ശേഷം ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനും മന്ത്രി കെ രാജനും കാണിച്ച അലംഭാവം സംഭവം ആസൂത്രിതം എന്ന സംശയങ്ങൾ ഉയർത്തിയിരിക്കുന്നു. പോലീസിന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി അനങ്ങാതിരിക്കുക എന്ന നയമാണ് സർക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന നടപടികളാണ് ഇവർ രണ്ടുപേരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് പോലീസിന് നൽകിയത് എന്നതിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. 3500 പോലീസുകാരെയാണ് നിയോഗിച്ചിരുന്നത്. ഇവരിൽ പലരും ആദ്യമായാണ് പൂരത്തിനെത്തുന്നത്. പൂരത്തലേന്ന് പോലീസുകാരുടെ യോഗത്തിൽ പൂരച്ചടങ്ങുകൾ മുതിർന്ന ഉദ്യോഗസ്ഥർ വിവരിച്ചു കൊടുക്കുന്ന പതിവുണ്ട്. ഇക്കൊല്ലം അത് ഒഴിവാക്കി. എന്താണ് പ്രധാന ചടങ്ങുകളെന്നോ പൂരങ്ങൾ കടന്നു വരുന്ന വഴി ഏതെന്നോ അറിയാതെ പോലീസുകാർ നട്ടം തിരിയുകയായിരുന്നു. ഇത് പൂരവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഒരു അരാജകാവസ്ഥ ഉണ്ടാക്കണം എന്ന് ഉറപ്പിച്ചു തന്നെ നടന്ന പ്രവൃത്തിയാണെന്ന് നിസ്സംശയം പറയാൻ കഴിയും. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയോടെ തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് പോലീസ് തടഞ്ഞതോടുകൂടിയാണ് പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് മനസ്സിലാക്കണം. നടുവിലാൽ ഭാഗത്ത് ബാരിക്കേഡ് വെച്ച് തടഞ്ഞതോടെ ജനം ബഹളമുണ്ടാക്കിയായിരുന്നു. പോലീസ് ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം വിളിച്ചു. ഇതേ തുടർന്ന് പോലീസ് ലാത്തിചാർജ് നടത്തി എഴുന്നള്ളിപ്പ് തടസ്സപ്പെട്ടു. പൂരത്തിന് രാവിലെ മുതൽ ഈ അനിശ്ചിതത്വം പ്രകടമായിരുന്നു. പലയിടങ്ങളും തർക്കങ്ങളുണ്ടായി. പ്രതിഷേധിക്കുന്നവരെ മുഴുവൻ അടിക്കാനായിരുന്നു കമ്മീഷണറുടെ നിർദ്ദേശം. പൂരത്തെക്കുറിച്ച് അറിയാവുന്ന പല സീനിയർ ഉദ്യോഗസ്ഥരെയും ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി. പകരം പൂരം നടത്തിപ്പുകാരായ ദേവസ്വങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കാനായിരുന്നു ഇത്. അതായത് ഒരു തരത്തിലും ഒരു സമവായമോ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമോ ഉണ്ടാകരുത് എന്ന് മുൻകൂട്ടി തീരുമാനിച്ച് കൃത്യമായി ഉറപ്പിച്ചിരുന്നു എന്ന് വ്യക്തം. ഇവിടെ കാര്യങ്ങൾ കൃത്യമാണ്. വളരെ വ്യക്തമായ ഗൂഢാലോചന നടക്കുകയും പോലീസ് ആസൂത്രിതമായി ഇടപെടുകയും ചെയ്തു. പുറകിൽ കളിച്ചത് സർക്കാരും. എന്നാൽ പേരിന് നടപടിയെടുത്തു എന്ന് വരുത്തി തീർക്കുമ്പോഴും ആരോപണ വിധേയനായ കമ്മീഷണർ അങ്കിത് അശോകനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ ഇപ്പോഴും സ്വീകരിക്കുന്നത്. കമ്മീഷണറെ സസ്പെൻഡ് ചെയ്ത് അന്വേഷിക്കണമെന്ന് എല്ലാ കോണുകളിൽ നിന്നും ആവശ്യമുയർന്നിട്ടും സർക്കാർ വഴങ്ങിയില്ല. സ്ഥലം മാറ്റത്തിൽ ഒതുക്കാനാണ് നീക്കം. അതേസമയം കമ്മീഷണർക്കൊപ്പം അസിസ്റ്റന്റ് കമ്മീഷണർ കെ സുദർശനെ സ്ഥലം മാറ്റാനുള്ള തീരുമാനത്തിൽ പോലീസിനുള്ളിൽ പ്രതിഷേധമുണ്ട്. കമ്മീഷണർ പലവട്ടം പ്രകോപനമുണ്ടാക്കിയിട്ടും സുദർശനൻ ഉൾപ്പെടെയുള്ള മുതിർന്ന ഓഫീസർമാരുടെ സംയമനമാണ് പലപ്പോഴും കാര്യങ്ങൾ കൈവിട്ടു പോകാതെ കാത്തത്. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. എന്തായാലും തൃശൂർ പൂരം അലങ്കോലമാക്കാൻ വേണ്ട നടപടികൾ സർക്കാർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. ഇത്തവണത്തെ പൂരത്തിന് രാംലല്ലയുടെ ചിത്രങ്ങൾ പൂരത്തിൽ തെളിഞ്ഞിരുന്നു. അതിന് പ്രതികാര നടപടിയാണ് പൂരം കലക്കാനുള്ള നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോയത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഹിന്ദുവിന്റെ ആഘോഷമായ തൃശൂർ പൂരത്തിൽ ഹൈന്ദവന്റെ ദൈവമായ ശ്രീരാമന്റെ ചിത്രമല്ലാതെ ചെഗുവേരയുടെ ചിത്രം പിന്നെ ഉയർത്തണോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം. അതിന് പ്രതികാരമായി പൂരം മുടക്കുക എന്ന ഹീനപ്രവൃത്തി ചെയ്യാൻ പിണറായി സർക്കാരിനല്ലാതെ വേറെ ആർക്കും സാധിക്കില്ല എന്ന് വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.